ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ നോക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള അടിസ്ഥാന ശാസ്ത്രത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ്. മക്കൾ ആൻസേഴ്സ് ടെക്സ്റ്റ് നോട്ടൊക്കെ നോക്കിയിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ പ്രവർത്തനം 1, നമുക്ക് ചുറ്റും കാണപ്പെടുന്ന സസ്യങ്ങളുടെ ഇലകൾ വിവിധ തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ചെമ്പരത്തി, തുളസി, ഏഴിലം പാല എന്നിവയുടെ ഇലകളുടെ ക്രമീകരണമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെമ്പരത്തിയുടെയും തുളസിയുടെയും ഏഴിലം പാലയുടെയും ഇലകൾ ഇവിടെ ചെടി തന്നിട്ടുണ്ട് അല്ലേ, ചെടിയുടെ ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും എന്താ ചോദിച്ചിട്ടുള്ളത്, അവിടെ മുകളിൽ ഡാഷ് ഇട്ട് ഒഴിവ് കൊടുത്തത് കണ്ടോ. അപ്പോൾ തന്നിരിക്കുന്ന സസ്യങ്ങളുടെ ഇലകളുടെ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാനാണ്. ഉചിതമായ തലക്കെട്ടും കൂടെ നൽകണം. പിന്നെ അതിൽ തന്നെ ക്വസ്റ്റ്യൻ ബി തന്നിട്ടുള്ളത്, സസ്യങ്ങളുടെ ഇലകൾ വ്യത്യസ്തമായ രീതിയിൽ ക്രമീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ? ഉത്തരം ന്യായീകരിക്കുക. പിന്നെ ചോദ്യം സി എന്താണ്? ഞാനാണ് സസ്യങ്ങളെ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നത്. എനിക്ക് പച്ച നിറമാണ്. സസ്യങ്ങൾ പച്ച നിറം ഉണ്ടാകാൻ കാരണം എൻ്റെ സാന്നിധ്യമാണ്. എൻ്റെ പേര് പറയാമോ? അപ്പോൾ ഓപ്ഷൻസ് ആന്തോസയാനിൻ, സാന്തോഫിൽ, ഹരിതകം, കരോട്ടിൻ. അപ്പോൾ ഏതാണ്? ഹരിതകമാണ് അല്ലേ. അപ്പോൾ അതൊക്കെ മക്കൾ നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. പ്രവർത്തനം 2, പയർ, ചോളം എന്നിവയുടെ ബീജപത്രമാണ് തന്നിരിക്കുന്നത്. ഈ സസ്യങ്ങളുടെ സവിശേഷതകളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ പട്ടിക തന്നിട്ടുണ്ട്. അപ്പോൾ പയറിൻ്റെയും ചോളത്തിൻ്റെയും ശിരാവിന്യാസവും വേരുപടലവും എങ്ങനെയാണെന്നുള്ളത് എഴുതിയിട്ട് പട്ടിക പൂർത്തിയാക്കണം. ഇനി ചോളത്തിൽ കാണപ്പെടുന്ന ബീജാന്നത്തിൻ്റെ ധർമ്മം എന്ത്? അടുത്ത ചോദ്യം, പയർ വിത്തിലെ ബീജപത്രത്തിൻ്റെ എണ്ണത്തിന് സമാനമായ എണ്ണം ബീജപത്രമുള്ള ഒരു സസ്യത്തിൻ്റെ പേര് എഴുതുക. ക്വസ്റ്റ്യൻ ഡി, ചോളം ഇലയിൽ കാണപ്പെടുന്നത് സമാന്തര ശിരാവിന്യാസമാണ്. കൂട്ടത്തിൽ നിന്ന് സമാന്തര വിന്യാസം ഇല്ലാത്ത സസ്യങ്ങളെ കണ്ടെത്തുക. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് കരിമ്പ്, നെല്ല്, കടല, ഗോതമ്പ് കേട്ടോ. ഇനി പ്രവർത്തനം 3, വിവിധ ആവശ്യങ്ങൾക്കായി ഇന്ത്യ നിരവധി കൃത്രിമോപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട്. ഇൻസാറ്റ്, എഡ്യൂസാറ്റ് എന്നിവ അവയിൽ ചിലതാണ്. അതിൽ ചോദ്യം തന്നിട്ടുള്ളത്, ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹങ്ങളുടെ പ്രധാന ഉപയോഗങ്ങൾ കണ്ടെത്തി ആശയഭൂപടം തയ്യാറാക്കുക. അതിൽ തന്നെ ക്വസ്റ്റ്യൻ ബി, GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനത്തിൻ്റെ പേര് എഴുതുക. പിന്നെ സി, സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യൻ, സൂര്യനെ വലം വയ്ക്കുന്ന ഭൂമി, ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ, സൂര്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആൽഫ സെൻറ്റോറി എ എന്നിവ ആകാശഗോളങ്ങളാണല്ലോ. ഇവയുടെ വലിപ്പം കൂടി വരുന്ന ക്രമം താഴെ തന്നിരിക്കുന്നു. ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെ തന്നിട്ടുള്ളത്? സൂര്യൻ, ഭൂമി, ചന്ദ്രൻ, ആൽഫ സെൻറ്റോറി എ. പിന്നെ സൂര്യൻ, ആൽഫ സെൻറ്റോറി എ, ചന്ദ്രൻ, ഭൂമി. പിന്നെ തന്നിട്ടുള്ളത് ചന്ദ്രൻ, ഭൂമി, സൂര്യൻ, ആൽഫ സെൻറ്റോറി എ. ലാസ്റ്റ് ആൽഫ സെൻറ്റോറി എ, സൂര്യൻ, ഭൂമി, ചന്ദ്രൻ. ഇനി പ്രവർത്തനം 4, വീടുകളിൽ പാചകം ചെയ്യുന്നതിനായി വിവിധ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. ഇവിടെ വിറകടുപ്പ് തന്നിട്ടുണ്ട്, ഗ്യാസ് അടുപ്പ്, അതുതന്നെ മണ്ണെണ്ണ സ്റ്റൗ തന്നിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ഒന്നാമത്തെ ചോദ്യം, മുകളിൽ തന്നിട്ടുള്ളത് ഏത് തരം അടുപ്പുകളാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ രണ്ടാമത്തെ ചോദ്യം, വിറകടുപ്പിൽ വിറക് നന്നായി കത്തുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പിന്നെ മൂന്നാമത്തെ ചോദ്യം, കത്തുന്നതിന് വായു ആവശ്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു പരീക്ഷണം രൂപകൽപ്പന ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, അതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. ഇനി പ്രവർത്തനം 5, ലോക വൈറ്റ് കെയിൻ ദിനത്തോടനുബന്ധിച്ച് ശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു. അതിലുള്ള ചോദ്യം എന്താണ്? കാഴ്ച പരിമിതിയുള്ള ആളുകളെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി സെമിനാറിലേക്ക് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ക്വസ്റ്റ്യൻ ബി, കാഴ്ച പരിമിതിയുള്ള ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന സംവിധാനത്തിന് പറയുന്ന പേരെന്ത്? ക്വസ്റ്റ്യൻ സി, നേത്രദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വിദ്യാലയത്തിൽ നടത്തുന്ന പോസ്റ്റർ രചന മത്സരത്തിലേക്കായി ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അടുത്തത് പ്രവർത്തനം 6, ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട്. ഇവയെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നു. അതിൽ ചോദ്യം എ, ചിത്രശലഭങ്ങളെ രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവം ഏത്? ചിറക്, സ്പർശനികൾ, കാല്, ത്വക്ക് ഏതാണെന്ന് മക്കൾ കണ്ടുപിടിച്ച് പഠിക്കുക കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻ ബി, ഈ സുന്ദരമായ ഭൂമിയിലെ ദൃശ്യങ്ങൾ കാണാൻ നമ്മെ സഹായിക്കുന്ന അവയവമാണ് കണ്ണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് നാം പാലിക്കേണ്ട ആരോഗ്യശീലങ്ങൾ എന്തെല്ലാമാണ്?
പിന്നെ ക്വസ്റ്റ്യൻ സി, കേൾക്കാൻ നമ്മെ സഹായിക്കുന്ന ഇന്ദ്രിയമായ ചെവിക്ക് പല കാരണങ്ങൾ കൊണ്ട് കേൾവിക്കുറവ് ഉണ്ടാകാറുണ്ട്. ഇത് പരിഹരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്ത്? ക്വസ്റ്റ്യൻ ഡി, ചവച്ചരയ്ക്കുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളുടെ സ്വാദ് കൂടുതൽ ആസ്വാദ്യകരമാകുന്നു എന്ന് നമുക്കറിയാം. നാവിൻ്റെ ഉപരിതലത്തിൽ സ്വാദ് അറിയാൻ സഹായിക്കുന്ന സവിശേഷ ഭാഗം ഏത്? അടുത്തത് പ്രവർത്തനം 7 ജന്തുലോകത്ത് കാണപ്പെടുന്ന വൈവിധ്യമുള്ള ജീവികളാണ് പ്രാണികൾ. വിവിധതരം പ്രാണികളുടെ ലാർവകളാണ് ചിലയിനം പുഴുക്കൾ. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ക്ലാസ്സിൽ മനു പ്രാണികളും അവയുടെ ലാർവകളും ഉൾപ്പെട്ടിട്ടുള്ള പട്ടിക തയ്യാറാക്കുകയാണ്. ഇത് പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ ക്രമീകരിക്കുവാൻ മനുവിനെ സഹായിക്കാമോ എന്ന്. ഇവിടെ പട്ടികയിൽ തെറ്റിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ മക്കളത് ശരിയാക്കി പഠിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, പാറ്റയുടെ രൂപാന്തരണ ഘട്ടങ്ങളുടെ ചിത്രീകരണം ശ്രദ്ധിക്കൂ. അതിലൊന്നാമത്തെ ചോദ്യം, പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? അപ്പോൾ ഈ ചിത്രം നോക്കിയിട്ട് അടയാളപ്പെടുത്താനൊക്കെ മക്കൾ പഠിച്ചു വെക്കുക. പാറ്റയുടെ രൂപാന്തരണ ഘട്ടങ്ങൾ വിശദീകരിക്കുക. പിന്നെ പുഴുക്കൾ കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തെല്ലാം? ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ചോദ്യപേപ്പറിലുള്ളത് കേട്ടോ. അപ്പോൾ മക്കൾ ഇത്രയും ചോദ്യങ്ങളൊക്കെ ആൻസർ കണ്ടെത്തി ശരിയായ രീതിയിൽ പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.